ഹായ് ഗൈസ്, നിങ്ങളിത് കണ്ട? ഇത് ഐസ് ഉണ്ടാക്കുന്ന കവറാണ്, ഐസ് ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇത് 10 ഉണ്ട് ഒരു പാക്കറ്റിനകത്ത്. ഇത് അപ്പുറത്തെ വീട്ടിൽ അവർ ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്നെയാണ്. എന്നിട്ട് അവർ വീട്ടിലില്ലാത്തതുകൊണ്ട് എന്നോട് വാങ്ങി വെക്കാൻ പറഞ്ഞു. ഞാൻ വാങ്ങി വെച്ചു. അന്നേരം ഞാൻ പറഞ്ഞു അനക്കും കൂടി ഒന്ന് നിങ്ങൾ ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് തന്നെ പറഞ്ഞു അനക്കും കൂടി ഒന്ന് വേണേനു എന്ന് പറഞ്ഞു. അന്നേരം അവരോട് പറഞ്ഞു മറ്റവരോട് ഈ വാങ്ങിയവരോട് ഓർഡർ ചെയ്യാൻ പറഞ്ഞോ, ഓർഡർ ചെയ്താലേ കിട്ടൂലൂ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവരോട് പറയുമ്പോൾ അവർ പറഞ്ഞു അനക്കൊന്ന് വേണമെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു ഇത് നിങ്ങൾ എടുത്തോ, നമ്മൾ ഓർഡർ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ഐസ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് നല്ല ചൂട് വെള്ളത്തിൽ കഴുകിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരട്ടെ. ഞാനിത് ഇളംചൂട് വെള്ളത്തിൽ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് ഇളംചൂട് വെള്ളത്തിൽ ഉപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് ചൊല്ലി അങ്ങനെ കഴുകിയെടുത്തു. വെള്ളം കലക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് കൈതച്ചക്കൻ്റെ ഇതാണ് പൊടിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അത് വെച്ചിട്ട് ആക്കാൻ വിചാരിച്ചു. നല്ലോണം പഞ്ചസാര ഇട്ട് കലക്കി എടുത്തിട്ടുണ്ട്. നോക്കാം നമ്മളിതെന്താവുമെന്ന് നോക്കട്ടെ. ഈ സാധനത്തിന് 145 റുപ്യാണ് വില. ഇത് ഐസായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫ്രീസറിൽ വെച്ചാൽ ഇതിനെ കൊണ്ട് നമുക്ക് ഐസായി കഴിഞ്ഞാൽ നമുക്ക് നല്ലല്ലേ. നമുക്ക് നമ്മളെ വീട്ടിലെ നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഐസ് നമുക്ക് കഴിക്കാമല്ലോ. നമ്മൾ വാങ്ങി കഴിക്കുന്ന ഐസ് എങ്ങനെയല്ലാന്ന് എന്തെല്ലാം നേരാന്ന് നമുക്കറിയില്ലല്ലോ എത്ര നല്ലതാണെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് നോക്കട്ടെ എന്താകും അവസ്ഥ എന്ന്. കുറേശ്ശേ കൊള്ളൂല്ലോ ഇതിൻ്റെ അകത്ത്. ഇതാ ഇത് ഞാൻ മൊത്തത്തിൽ ഒഴിച്ചിട്ട് കാട്ടിത്തരാം. അങ്ങനെ ഞാൻ എല്ലാതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ ഉറുമ്പ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒറ്റപ്പൊടി മറിക്കാണ്ട് ഇട്ടിക്കാണ്ട് നോക്കണം. ചിലരുണ്ട് ഭക്ഷണം കഴിച്ച് മധുരമുള്ള ചായ കുടിച്ച് ഗ്ലാസ്സെല്ലാം അവിടെ കൊണ്ടുവച്ച് അതിൻ്റെ ഉറുമ്പ് വന്ന് ആ ഉറുമ്പിന് വെള്ളത്തിൽ കലക്കി കൊല്ലുന്ന പരിപാടിയെല്ലാം ഉണ്ട്. നമ്മൾ ചായ കുടിച്ചിട്ട് ആ ഗ്ലാസ് അപ്പാട് കഴുകി വെച്ചാൽ അതിൽ ഉറുമ്പ് വരില്ല. എന്നാൽ അത്രപോലെ ഉറുമ്പ് ചത്തുപോവുകയും ചെയ്യില്ല. അതെല്ലാം നമ്മൾ നോക്കിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ എന്തിനും ഒരു ജീവി ഉറുമ്പായാലും നമ്മൾ അതിനെ കൊന്നു കളയേണ്ട ആവശ്യം നമുക്കില്ല. അവർ എവിടെയോ ജീവിച്ചോട്ടെ. നമുക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിലും ഉപകാരം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഉപദ്രവം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതാണ് എൻ്റെ തീരുമാനം. അങ്ങനെ ഇത് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കണം. അങ്ങനെ ഞാനിതൊരു കവറുകൊണ്ട് മൂടുന്നുണ്ട്. അതിൻ്റെ കവർ തന്നെയാണ്. അത് നല്ലോണം കഴുകിയിട്ട് എടുത്തിട്ട് വന്നിട്ട് അതുകൊണ്ട് മൂടുന്നുണ്ട്. മൂടിയിട്ട് ഫ്രീസറിൽ കൊണ്ടുവെക്കട്ടെ. ഈ നേരമ്പോക്കും കളിയെല്ലാം ഇന്നും കൂടെ ഉള്ളൂ. നാളെ മുതൽ ഉത്തരവാദിത്തത്തോടെയുള്ള പണിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നാളെ ഞായറാഴ്ച റബ്ബറിന് പ്ലാസ്റ്റിക് ഇടാനുള്ള പണിയെല്ലാം തുടങ്ങാറായി. അതുകൊണ്ട് ഇനി അത്രയും വീഡിയോസ് എല്ലാം കാണാൻ സാധ്യതയുള്ളൂ. എന്നാൽ പിന്നെ ഞാൻ ഇത് ഫ്രീസർ കൊണ്ടുവെക്കട്ടെ. കൊണ്ടുവച്ചിട്ട് ഇത് ഐസായിട്ടാകുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ബൈ.